റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിർമ്മൽ കൃഷ്ണ നിധി തട്ടിപ്പ് കേസ് ഏറ്റെടുക്കില്ലെന്ന് CBI. കേസ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചു. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയമാണ് സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര സർക്കാർ അയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് CBI അറിയിച്ചത്? കേന്ദ്രം പിൻവാങ്ങുന്നത് എന്തുകൊണ്ടാണ്? നിലവിൽ നിർമ്മൽ കൃഷ്ണ തട്ടിപ്പ് കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് CBI അറിയിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നത്. ഏതാണ്ട് 600 കോടി രൂപയുടെ തട്ടിപ്പാണ് നിർമ്മൽ കൃഷ്ണ നിധി തട്ടിപ്പ്. അത് സംസ്ഥാനത്ത് മാത്രമല്ല തമിഴ്നാട്ടിലടക്കം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്ത് 2025 ഇത്തരത്തിൽ 2025-27 മാർച്ച് 27-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്. അത് പരിശോധിച്ചതിന് ശേഷമാണ് എന്ത് കാരണമാണെന്ന് വിശദീകരിക്കുന്നത്. പക്ഷേ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. സംസ്ഥാനത്ത് മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ ആദ്യ കേസുകൾ ഏതാണ്ട് 6 കേസുകൾ വന്നു. പിന്നീട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തു. തമിഴ്നാടിൽ മാത്രം നിരവധി 100 കണക്കിന് ആളുകൾ ഈ വഞ്ചനയ്ക്കിരയായിട്ടുണ്ട് എന്നാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് 2 സംസ്ഥാനങ്ങളിൽ തട്ടിപ്പുകൾ നടന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേസ് CBI അന്വേഷിക്കണമെന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. അതോടുവിൽ CBI കേസ് ഏറ്റെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്ട് 600 കോടി രൂപയുടെ തട്ടിപ്പാണ് കേരളത്തിലും തമിഴ്നാടുമായി ഈ നിധി തട്ടിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.